ജീവിതത്തിൽ രൂപാന്തരീകരണം സാധ്യമാകണമെങ്കിൽ ഈശോയോടൊത്ത് മല കയറാൻ തയ്യാറാകണമെന്ന് പാലാ രൂപതാധ്യക്ഷൻ മാർ ജോസഫ് കല്ലറങ്ങാട്ട് ദൈവജനത്തെ ഓർമ്മിപ്പിച്ചു. മലയുടെ താഴ്വരയിൽ നിൽക്കുന്നവർക്കല്ല, അവനോടുകൂടി മല കയറുന്നവർക്കാണ് രൂപാന്തരീകരണം സാധ്യമായതെന്ന് വിശുദ്ധ ഗ്രന്ഥത്തെ അടിസ്ഥാനമാക്കി പിതാവ് പറഞ്ഞു. 43ാമത് പാലാ രൂപതാ ബൈബിൾ കൺവെൻഷൻ ഉദ്ഘാടന യോഗത്തിൽ അധ്യക്ഷത വഹിച്ച് സംസാരിക്കവെയാണ് പിതാവ് ഈ ചിന്തകൾ പങ്കുവച്ചത്. ദൈവവചനം കേൾക്കുമ്പോൾ ഹൃദയത്തിൽ സന്തോഷമുണ്ടാകണം. നിരന്തരം വചനം വായിച്ചും വചനം കേട്ടും വചനത്തിൽ ജീവിച്ചും നമ്മുടെ ജീവിതത്തിൽ അനുതാപത്തിന്റെ വിളക്ക് തെളിയിക്കണം. ആ വെളിച്ചത്തിലൂടെ നമ്മുടെ ഉള്ളിൽ നഷ്ടപ്പെടുത്തിയ നാണയങ്ങൾ കണ്ടെത്താൻ നമുക്ക് കഴിയും. നമ്മുടെ സഹോദരങ്ങളോടുകൂടെ ഒന്നിച്ചിരുന്ന് വചനം കേട്ട് നമ്മുടെ ജീവിതത്തെ ക്രമപ്പെടുത്താൻ ഈ കൺവെൻഷൻ കാരണമാകണമെന്നും ആശംസിച്ച പിതാവ് സഭയിലെ പാവപ്പെട്ടവരെ ചേർത്ത് നിർത്തുന്നത് സഭയുടെ ഉത്തമ പാരമ്പര്യമാണെന്നും സഭയാണ് വചനത്തിന്റെ സംരക്ഷകയെന്നും ഓർമ്മിപ്പിച്ചു. ദൈവവചനത്തിന്റെ പ്രാധാന്യം സഭയുടെ ചരിത്രത്തോടും പാരമ്പര്യത്തോടും ചേർന്ന് പഠിക്കാനുള്ള അവസരമായിരിക്കണം ഈ കൺവെൻഷൻ എന്നും പിതാവ് കൂട്ടിച്ചേർത്തു. പ്രസംഗവും രൂപാന്തരീകരണത്തിന്റെ മലയുമൊക്കെ നമുക്ക് വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. മലയുടെ താഴ്വരയിൽ നിൽക്കുന്നവർക്കല്ല ഈശോ രൂപാന്തരപ്പെട്ടത്, കൂട്ടത്തിൽ മല കയറിയവർക്കാണ്. നിന്റെ ജീവിതത്തിൻ്റെ രൂപാന്തരീകരണം ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവനോടുകൂടെ മല കയറണം. ആദിമസഭയിലെ ഒറിജിൻ്റെ വാക്കുകളാണ്. അവനോടുകൂടെ മല കയറുമ്പോൾ മാത്രമേ നമുക്ക് മെറ്റനോയിയ, മനസ്സാന്തരം, ഹൃദയവിശുദ്ധി, കർത്താവിനോടുള്ള അടുപ്പം എല്ലാം ഉണ്ടാവുകയുള്ളൂ. പാലാ രൂപതാ പ്രോട്ടോസിഞ്ചലൂസ് മോൺസിഞ്ഞോർ ജോസഫ് തടത്തിൽ വിശുദ്ധ കുർബാനയർപ്പിച്ചു. കത്തീഡ്രൽ പള്ളി വികാരി ഫാദർ ജോസ് കാക്കല്ലിൽ, ലാലം പഴയ പള്ളി വികാരി ഫാദർ ജോസഫ് തടത്തിൽ, ലാലം പുതിയ പള്ളി വികാരി ഫാദർ ജോർജ് മൂലേച്ചാലിൽ, കിഴതടിയൂർ പള്ളി വികാരി ഫാദർ തോമസ് പുന്നത്താനത്ത് തുടങ്ങിയവർ സഹകാർമ്മികരായി. i4 ന്യൂസ് പാലാ.